ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന അത്ഭുത പ്രതിഭാസം 2022 വേൾഡ് കപ്പ് ഫൈനൽ മത്സരം. നമ്മളൊക്കെ ആകാംക്ഷയോടെ കണ്ട ആ വേൾഡ് കപ്പ് മത്സരത്തിൽ അതിന്റെ ഫൈനലിൽ മെസ്സി കപ്പ് ഉയർത്തുമ്പോൾ ഒരു കൂട്ടം മെസ്സിക്ക് വേണ്ടി ആർപ്പുവിളി നടത്തുമ്പോൾ മറ്റൊരു കൂട്ടം ക്രിസ്ത്യാനോക്ക് നേരെ കല്ലെറിയുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും രണ്ട് പ്രതിഭകളാണ്. രണ്ടാൾക്കും പല കഴിവുകളും വെവ്വേറെ രീതിയിലാണ്. ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്യാൻ നിൽക്കുന്നില്ല. പക്ഷേ അന്ന് ഏറ്റവും കൂടുതൽ കല്ലെറിക്ക് കാരണമായത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. ഞാനടക്കമുള്ളവർ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കരിയർ അവസാനിച്ചു എന്ന് വിലയിരുത്തുമ്പോൾ സംഭവിച്ചത് നേരെ വിപരീതമായിരുന്നു. ജൂൺ 8 യുഎഫ നേഷൻസ് ലീഗിൽ തൻ്റെ 61ാം മിനിറ്റിൽ തൻ്റെ കൽപ്പാത്തത്തിൽ നിന്ന് ഉയർന്ന ആ ഗോള് പോർച്ചുഗൽ പെനാൽറ്റി കിക്കിലേക്കും ഒടുവിൽ കപ്പുയർത്തുമ്പോൾ ആ മനുഷ്യൻ്റെ നേതൃത്വവും ആ മനുഷ്യൻ്റെ കോൺഫിഡൻസുമാണ് ഒരു രാജ്യാന്തര ടീമിനെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ക്രിസ്ത്യാനോ വളർത്തി. നമുക്ക് നോക്കാം പോർച്ചുഗലിന്റെ അവസ്ഥ ബിഫോർ ക്രിസ്ത്യാനോ റൊണാൾഡോ, ആഫ്റ്റർ ക്രിസ്ത്യാനോ റൊണാൾഡോ. ബിഫോർ ക്രിസ്ത്യാനോ റൊണാൾഡോ 1930 അതായത് 1930 മുതൽ 2002 വരെയുള്ള പോർച്ചുഗലിന്റെ അവസ്ഥ നമുക്ക് കണ്ടറിയാം. 17 യൂറോ കപ്പിന്റെ ക്വാളിഫിക്കേഷൻ നടന്നിട്ട് വെറും 5 വട്ടമാണ് പോർച്ചുഗൽ ക്വാളിഫൈ ചെയ്തത്. അതേപോലെ വേൾഡ് കപ്പിൽ 17 ക്വാളിഫിക്കേഷൻ നടന്നിട്ട് വെറും 5 വട്ടമാണ് പോർച്ചുഗൽ ക്വാളിഫൈ ചെയ്തത്. ഒരു മേജർ ട്രോഫീസ് പോലും പോർച്ചുഗലിന് ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നതിന് മുമ്പ് ഉണ്ടായിട്ട്. എന്നാൽ ആഫ്റ്റർ ക്രിസ്ത്യാനോ റൊണാൾഡോ 6 യൂറോ കപ്പിന്റെ ക്വാളിഫിക്കേഷനിൽ 6ഉം പോർച്ചുഗൽ ക്വാളിഫൈ ചെയ്തു. അതേപോലെ വേൾഡ് കപ്പിൽ 5 വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനിൽ 3 വട്ടവും പോർച്ചുഗൽ ക്വാളിഫൈ ചെയ്തു. അതുകൂടാതെ 3 മേജർ ട്രോഫീസ്, 2 യുഎഫ നേഷൻസ് ലീഗും 1 യൂറോ കപ്പും പോർച്ചുഗലിന് വേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നേതൃത്വത്തിൽ കപ്പ് നേടി. നമുക്ക് പഠിക്കാൻ കുറേ ഉണ്ട്. നമുക്ക് സാഹചര്യങ്ങളില്ല, നമുക്ക് അവസരങ്ങളില്ല, നമ്മുടെ കൂടെ ആരുമില്ല എന്ന് നമ്മൾ കരുതുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ചുറ്റുമുള്ളവർ നിന്നെക്കൊണ്ട് കഴിയില്ല, നിനക്ക് ഏജായി, നിനക്ക് വയസ്സായി, നിനക്ക് 40ആയി എന്നൊക്കെ പറയുമ്പോൾ പോലും അദ്ദേഹം ഒരു ഫിനിക്സ് പക്ഷിയെ പോലെയാണ് യുഎഫ നേഷൻസ് ലീഗിൽ മത്സരിച്ചതും ആ ടീമിന് വേണ്ടി കപ്പ് നേടിക്കൊടുത്തു. കോൺഫിഡൻസിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ നമുക്ക് കണ്ടുപിടിക്കാം. മറ്റുള്ളവർ പറയുന്ന വീക്ക്നെസ്സുകൾ അതൊരിക്കലും നമ്മളെ ബാധിക്കരുത്. നമുക്കൊരു നിലപാടുണ്ടാവണം. നിലപാടിന്റെ കാര്യത്തിലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന അത്ഭുത പ്രതിഭയുടെ കോൺഫിഡൻസും ഹാർഡ് വർക്കിംഗും ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടതാണ്. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കപ്പുറം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന വ്യക്തി ഉണ്ടായിരുന്നു. ഒരു സമൂഹത്തിന്റെ വേദന മനസ്സിലാക്കാൻ കഴിയുന്ന, ഗാസയിലെ ഫലസ്തീനുകളുടെ കുട്ടികൾക്ക് പരസ്യമായ സഹായം പ്രഖ്യാപിക്കുകയും അത് നടത്തുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ. അതുമാത്രമല്ല, സമൂഹത്തിലെ യുവാക്കളെയും മറ്റുള്ളവരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി കൊക്കക്കോളയുടെ കുപ്പി മാറ്റി വെച്ചുകൊണ്ട് വെള്ളമാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പരസ്യമായ പ്രഖ്യാപനം നടത്തി $4 ബില്യണാണ് കൊക്കക്കോളയ്ക്ക് നഷ്ടമായത്. നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ. അതുകൂടാതെ ക്രിസ്ത്യാനോ റൊണാൾഡോ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗുണ്ട്. എന്താണെന്ന് അറിയോ? സക്സസ് ഡസൻറ്റ് കംസ് ഫ്രം വാട്ട് യു ഡു ഒക്കേഷണലി, ഇറ്റ് കംസ് ഫ്രം വാട്ട് യു ഡു കൺസിസ്റ്റന്റ്ലി. ഒരിക്കലും നിങ്ങളുടെ വിജയം നിങ്ങൾ ഒരു തവണ ചെയ്യുന്നതിലല്ല, മറിച്ച് നിരന്തരമായി ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്നതിലാണ് കാര്യമെന്ന് പഠിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ചിലപ്പോൾ തോൽവികൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ ജീവിതത്തിനോടുള്ള ഒരു കോൺഫിഡൻസ് അതെപ്പോഴും നിലനിർത്തുക. നമ്മൾ ലക്ഷ്യം വെക്കുക, അതിനുവേണ്ടി പോരാടുക. തോൽവികൾ ഉണ്ടാകാം, പലരും കൂകി വിളിക്കാം, നിന്റെ കാലം കഴിഞ്ഞു, നിന്റെ ടൈം കഴിഞ്ഞു എന്നൊക്കെ പറയാം. പക്ഷേ ആ കൂകി വിളിക്കലും ആ പരിഹാസങ്ങളും ഒക്കെ ഊർജമാക്കി മാറ്റിക്കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ നമുക്ക് വീണ്ടും പറന്നുയരാം. ഇറ്റ്സ് മീ മുഹമ്മദ് ഫലാഹ് സൈനിങ് ഓഫ്.